മലയാള മനോരമയിൽ എന്നെ ആകർഷിച്ചത്, നിങ്ങൾ ആ ഫോട്ടോ ശരിക്കും കാണണേ. മലയാള മനോരമയിൽ ഈ പടം, നമ്മുടെ പത്മകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അയാളുടെ മുഖം കണ്ടില്ലേ, ചിരി കണ്ടില്ലേ, പത്മകുമാറിന്റെ ചിരി. ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചിരിയെ കുറിച്ചാണ് കേട്ടോ. പത്മകുമാറിന്റെ ചിരി. അതായത് ഇതിന്റെ ക്യാപ്ഷൻ എന്താണെന്നറിയോ? ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അപ്പോഴത്തെ ആ ഫോട്ടോ ആണ്. ഈ ഫോട്ടോയില് ശബരിമല എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ചതിന് അറസ്റ്റിലായ CPM നേതാവ് അറസ്റ്റിലായി കൊണ്ടുപോകുമ്പോൾ ഇയാൾ ചിരിക്കുകയാണ്. ഈ ചിരി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു ചിരിയാണ്. ആ ചിരി നിങ്ങളും മറന്നുപോയിട്ടുണ്ടാവില്ല. ഈ കേസിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളാരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കേട്ടോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഓർമ്മയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേപോലെയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ചിരിക്കുകയായിരുന്നു ചെയ്തത്. പണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ മിഥുനം എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നസെന്റിന്റെ ഒരു ഭാവമുണ്ടല്ലോ. അതായത് പൊട്ടിക്ക് സ്വാമി എന്ന് വിളിച്ചു പറയുമ്പോ എല്ലാവരും വിചാരിച്ചു ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ഇന്നസെന്റ് ആണ്. അപ്പൊ ഇന്നസെന്റ് കയ്യും കെട്ടിക്കാണ്ടിങ്ങനെ ഇന്നസെന്റിന്റെ ഒരു നിപ്പണും പൊട്ടിക്കട്ടെ ആരുടെ തലയാണ് പൊട്ടുക എന്ന് അറിയാലോ എന്ന രീതിയിൽ ഇന്നസെന്റിന്റെ ഒരു ഗംഭീരമായ ഒരു അഭിനയ രംഗമുണ്ട് കേട്ടോ അതില്. അതേപോലെ ഇന്നസെന്റിന്റെ ആ അഭിനയത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഗമയിൽ നടന്നിട്ട് ആൾക്കാരൊക്കെ നോക്കിയാണ് ചിരിക്കണം. എന്നെ അറസ്റ്റ് ചെയ്ത് ശരി തന്നെ, പിന്നാലെ വരും ആൾക്കാര് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ വരും എന്ന ഒരു സൂചന ആ ചിരിയിലുണ്ടായിരുന്നു. നമുക്ക് സാധാരണയായി കുറ്റവാളികളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത്രയ്ക്കും വലിയ കൊടും ക്രിമിനലുകളൊക്കെയാണ് ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഈ പോലീസുകാരുടെ കൂടെയൊക്കെ പോവുക. സാധാരണ ഒരുമാതിരിപ്പെട്ട മനുഷ്യന്മാരൊക്കെ പോലീസിന്റെ പിടിയിൽ അകപ്പെടുമ്പോൾ ആകെ അവർ വിറച്ചു പോകും. ആകെ അവർ തല താഴ്ത്തി വിറച്ചിട്ട് ആകെ അപമാന ഭാരത്തോടെ ആയിരിക്കും കടന്നു പോവുക. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപമാന ഭാരവും ഇല്ല, ഒരു വിറയലും ഇല്ല. ചിരിയായിരുന്നു, ചിരി. വരട്ടെ, അടുത്ത ആൾക്കാർ വരട്ടെ. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച മാന്യന്മാരുണ്ടല്ലോ, വരട്ടെ, എല്ലാവരും എന്റെ പിന്നാലെ വരട്ടെ എന്നുള്ള രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടന്നുപോയ രംഗം നമ്മുടെ ഓർമ്മയിലുണ്ട്. അതേപോലെയാണ് ഇതാ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ പോലീസുകാരുടെ ഇടയിൽ ഇരുന്ന് ചിരിക്കുകയാണ്. കൊലച്ചിരിയാണിത് ഗോവിന്ദ. മറ്റൊന്നേ, ഗോവിന്ദ എന്നല്ല വിളിക്കേണ്ടത്, കൊലച്ചിരിയാണിത് കാരണഭൂതമേ എന്ന് തന്നെ പറയണം. കാരണം ഗോവിന്ദ എന്ന് വിളിക്കരുത്, കാരണം ഇതേപോലെ ചിരി, അതായത് ഇതേപോലുള്ള ഒരു ചിരി അപ്പം ഗോവിന്ദന്റെ ഇതേപോലൊരു ചിരി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. കാരണം ഇന്നലെ പത്രലേഖകർ ഗോവിന്ദനോട് ചോദിക്കുകയാണ്, പത്രമാധ്യമ പ്രവർത്തകർ ഇന്നലെ ഗോവിന്ദനോട് ചോദിക്കുന്നു ഈ അറസ്റ്റിനെ കുറിച്ച്, പത്മകുമാറിന്റെ അറസ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതൊന്ന് നിങ്ങൾ ഈ ഇതിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗോവിന്ദൻ ഒരു 2-3 മിനിറ്റ് നേരം ഗോവിന്ദൻ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പല പ്രാവശ്യം ചിരിക്കുന്നുണ്ട്. ഗോവിന്ദന്റെ ചിരി പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കിടയിൽ, ഈ ഉത്തരം പറച്ചിലിനിടയിൽ, കാരണം ഗോവിന്ദനോട് ചോദിക്കുന്നതാണ്, പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നേതാക്കന്മാർ 1 2 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവുകയാണല്ലോ, ഘോഷയാത്ര. സതീശൻ പറഞ്ഞ പോലെ ഘോഷയാത്രയാണിത്. CPM നേതാക്കൾ ഘോഷയാത്രയായി പോകുന്നത് ജയിലിലേക്കാണ് എന്ന് പോകുമ്പോൾ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി സീരിയസ് ആയി മറുപടി പറയേണ്ടതാണ്. ഗോവിന്ദൻ മറുപടി പറയുമ്പോൾ എന്താ പറയുക? ഗോവിന്ദനും ഇതേപോലെ ആഹ്ലാദ ചിരിച്ചിരുന്നു. ചിരിച്ചിട്ടാ മൂപ്പര് പറയുന്നത്. കാരണം ഗോവിന്ദൻ അറിയാം ഈ പൊന്നവസാനം എത്തിയത് എവിടെയെന്ന് ഗോവിന്ദൻ അറിയാം. അതുകൊണ്ടാണ് ഗോവിന്ദൻ ചിരിക്കുന്നത് കേട്ടോ. ഗോവിന്ദൻ അറിയാം പത്മകുമാറിന് പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കടകംപള്ളിയെ കുറിച്ച്, PS പ്രശാന്തിനെ കുറിച്ച്, വാസവനെ കുറിച്ച്. അത് കഴിഞ്ഞിട്ടൊരാളുണ്ട്. അതുകൊണ്ടാണ് ഗോവിന്ദൻ ചിരിക്കുന്നത് കേട്ടോ. കാരണം ഗോവിന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അയാളാണ്. പക്ഷേ കൈവിരൽ ചൂണ്ടാനുള്ള ധൈര്യം ഗോവിന്ദനില്ല കേട്ടോ. കൈവിരൽ ചൂണ്ടാനുള്ള മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഗോവിന്ദൻ. കാരണം പേടിയാണ് ഗോവിന്ദന്. TP ചന്ദ്രശേഖരന്റെ മുഖം ഗോവിന്ദന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഗോവിന്ദൻ അപ്പം ഗോവിന്ദനാണെങ്കിലും ഗോവിന്ദന് ഒരു കമ്മ്യൂണിസത്തോടുള്ള ഒരു ചെറിയൊരു ഇഷ്ടം, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തോടുള്ള ചെറിയൊരു അടുപ്പം ഗോവിന്ദനുണ്ട് കേട്ടോ. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇയാളുടെ ഈ കാട്ടുകൊള്ളയുണ്ടല്ലോ, ആരുടെ? കാരണഭൂതത്തിന്റെ കാട്ടുകൊള്ള. ഗോവിന്ദന് സഹിക്കുന്നില്ല. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചെരുപ്പ് നക്കുന്നത്. കാരണം ഇത് പാർട്ടി സെക്രട്ടറി അല്ലേ പറയേണ്ടത്.
കാരണഭൂതമേ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല ഭരിക്കേണ്ടത് എന്ന് പറയേണ്ട ആളാണ് അപ്പം ഗോവിന്ദൻ. പക്ഷെ അപ്പം ഗോവിന്ദൻ ഇങ്ങനെ പറയാനുള്ള വോയിസ് ഇല്ല. കാരണം എല്ലാം 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 പിണറായിയാണ്. പക്ഷെ അപ്പം ഗോവിന്ദന്റെ മനസ്സിലുണ്ട് ഇയാൾ പിടിയിലാകും ഇന്നല്ലെങ്കിൽ നാളെ. കാരണം കണക്ക് ചോദിക്കാതെ ഒരു കാലവും പോകില്ല, ഒരു കാലവും പോകില്ല. കണക്ക് ചോദിച്ചിട്ടേ പോകുള്ളൂ അപ്പം ഗോവിന്ദൻ അറിയാം. അപ്പോൾ അപ്പം ഗോവിന്ദൻ ചിരിക്കുന്നു. കാരണം ഇതെത്തട്ടെ, എങ്ങോട്ടേക്ക് എത്തട്ടെ, അവിടേക്ക് എത്തട്ടെ എന്ന് അപ്പം ഗോവിന്ദന്റെ ചിരി. വേണമെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണുന്നത് ആ അപ്പം ഗോവിന്ദന്റെ ആ മാധ്യമ പ്രവർത്തകരോടുള്ള ഉത്തരം. പലതും പറയുന്നു, ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്, പൊട്ട ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പൊട്ട ന്യായീകരണങ്ങൾ പറയുമ്പോഴും ഗോവിന്ദൻ ഇങ്ങനെ ചിരിക്കുകയാണ്. ഗോവിന്ദന്റെ മനസ്സിലുണ്ട് നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം അയാളും പിടിയിലാകും, അയാളുടെ നേരെയും ചൂണ്ടുവിരൽ ഉയരുമെന്ന് ഗോവിന്ദൻ അറിയാം. അങ്ങനെ ഗോവിന്ദന്റെ ചിരി, പത്മകുമാറിന്റെ ചിരി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിരി, മൂന്ന് ചിരികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 3 ചിരി സമം ഒരു അറസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നു കേട്ടോ. പക്ഷെ പോകില്ല. കാരണം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാലോ ഡോളർ കടത്ത്, പിന്നെന്തൊക്കെയാണ് സ്വപ്നയുടെ ആ 164 സ്റ്റേറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എത്ര പ്രാവശ്യം കെജ്രിവാളിനെ 40-45 ദിവസം ജയിലിനുള്ളിലിട്ടു അല്ലെ. കെജ്രിവാളിനെ 40-45 ദിവസം ജയിലിനുള്ളിലാക്കി. പക്ഷേ അതേപോലെ ആ ഒരു രീതിയിലാണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ അന്വേഷണം നടത്തിയാണ് കാരണഭൂതം 40-45 ദിവസമല്ല, 40-45 വർഷങ്ങൾ ജയിലിനുള്ളിൽ കഴിയാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ എത്തില്ല. കാരണവും നമുക്കറിയാം. കാരണം കാരണഭൂതത്തെ സംരക്ഷിക്കേണ്ടത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കാരണഭൂതത്തെ ജയിപ്പിക്കേണ്ടത് ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ലക്ഷ്യമാണ്. കാരണം BJP ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യാനാണ്. കോൺഗ്രസ് മുക്ത ഭാരതം, അതിലേക്ക് ഒരു ചെറു തരി മാത്രമേ ബാക്കിയുള്ളൂ. കേരളത്തിൽ നിന്ന് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ തുടച്ചു മാറ്റിയാൽ, അല്ലെങ്കിൽ 3ാം വട്ടവും കോൺഗ്രസിനെ കേരളത്തിൽ നിന്ന് ഭരണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നമുക്കൊക്കെ അറിയാം കേരളത്തിൽ കോൺഗ്രസ് തകരും. പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല. കോൺഗ്രസിലെ മുഴുവൻ ആൾക്കാരും ഒന്നുകിൽ ബിജെപിയിലേക്ക് തന്നെയാണ്. മറ്റെങ്ങോട്ട് പോകാൻ? കോൺഗ്രസിലെ ആൾക്കാർ CPM-ലേക്ക് പോകുമോ? ഇല്ല. മിക്കവാറും ആൾക്കാർ BJP-യിലേക്ക് പോകും. അങ്ങനെ വരാനിരിക്കുന്ന കാലത്ത് കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചക്ക് കോൺഗ്രസിനെ തകർക്കേണ്ടത് ആവശ്യമാണ്. CPM-നെ തകർന്നോളും. CPM പിന്നെ 3ാം വട്ടം അധികാരത്തിലേറിയാൽ CPM പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായിട്ട് BJPക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കാരണഭൂതം ഒരു തരത്തിലും ഇതിൽ പ്രതിയാകില്ല. ഗോവിന്ദന്റെ ചിരി വെറുതെയുള്ള ചിരിയാണ്. കടകംപള്ളിയുടെ ചിരി വെറുതെയുള്ള ചിരിയാണ്. പത്മകുമാറിന്റെ ചിരി വെറുതെയുള്ള ചിരിയാണ്. പോറ്റിയുടെ ചിരിയും വെറുതെയുള്ള ചിരിയാണ്. പക്ഷേ 3 ചിരികൾ നമ്മുടെ മുമ്പിലുണ്ട്. ചിരിക്കട്ടെ. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്തരത്തിലുള്ള ആലോചനകളാണ് നമുക്ക് ഈ പത്രം നോക്കുമ്പോൾ, മലയാള മനോരമ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് മറ്റു പത്രങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. മാതൃഭൂമിയിൽ ഇതാ പത്മകുമാർ അറസ്റ്റിൽ എന്നുള്ളത് ഏറ്റവും വലിയ തലക്കെട്ടില് ആ രീതിയിലാണ് മാതൃഭൂമി പറയുന്നത്. മാധ്യമം പത്രത്തിന്റെ തലക്കെട്ട് പത്മകുമാർ അറസ്റ്റിൽ ശബരിമല സ്വർണ്ണക്കൊള്ള, പത്മകുമാർ അറസ്റ്റിൽ മുൻ MLA-യും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പത്മകുമാർ റിമാൻഡിൽ എന്നാണ് മാധ്യമം പറയുന്നത്. കേരള കൗമുദി പറയുന്നത് എങ്ങനെയാണ്? മുൻ മന്ത്രിക്ക് കുരുക്കിട്ട് പത്മകുമാർ അകത്ത്. ഞാൻ രാവിലെ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു കേരളമന്ത്രിയുടെ ഈ തലക്കെട്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് മുൻ മന്ത്രിക്ക് കുരുക്കിട്ട്, മുൻ മന്ത്രിക്ക് കുരുക്കിട്ട് പത്മകുമാർ അകത്ത് എന്നുള്ള രീതിയിലാണ് കേരളമന്ത്രി വാർത്ത കൊടുക്കുന്നത്. കുടുക്കിയത് തെളിവുകൾ, എന്തൊക്കെ തെളിവുകളാണ് പത്മകുമാറിനെ കുടുക്കിയത് എന്ന് കൂടി കേരളമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം പത്രമായ ദേശാഭിമാനി കൂടി ഒന്ന് കാണണം. ഈ പത്രങ്ങൾ, ലോകത്തിലുള്ള പത്രങ്ങൾ മുഴുവനും അങ്ങനെ പറയുമ്പോൾ ദേശാഭിമാനി നോക്കണം നിങ്ങൾ. എന്താണ്? ഒരു വാർത്തയുമില്ല ഇത് സംബന്ധിച്ച്. പക്ഷേ ഒരു ലെൻസ് വെച്ച് നോക്കിയാൽ ഇതാ താഴെ ചെറുതായിട്ട് പത്മകുമാർ റിമാൻഡിൽ ചെറിയ സ്പാനർ കേട്ടാ. പത്മകുമാർ റിമാൻഡിൽ എന്ന് പറയുന്ന 2 പാരഗ്രാഫില് ആര് പത്മകുമാർ, ഏത് പത്മകുമാർ, എന്ത് പത്മകുമാർ എന്നൊന്നുമില്ല. താഴെ ഒരു 5 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ചെറിയ വാർത്തയാണ് ദേശാഭിമാനി കൊടുത്തത്. വേറെ ഒന്നുമില്ല.